വെൽക്കം ബാക്ക് ടു ബീബാസ് വേൾഡ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മളിപ്പോ മഴയത്താണ് പോണത്. എങ്ങോട്ടാ പോണ വാസിക? ഇപ്ര വരെ പോയി വരാം. ഇന്ന് മനസ്സിലായിട്ടുണ്ടോ, തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മള് ഗോബ്രോന്റെയും കാനോൺ G7Xന്റെയും എന്താ പറയാ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഏതാണ് ബെറ്റർ ക്വാളിറ്റി, ഏതിലാണ് ചാർജ് കൂടുതൽ നിൽക്കുക, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണെന്ന് പറയാൻ വേണ്ടി പോണത്. പിന്നെ നമ്മളെ മുൻപില് നല്ലോണം മഴ പെയ്യുന്നുണ്ട്, ഗ്ലാസ്സിലൊക്കെ നിറച്ച് മഴത്തുള്ളികളാണ്. അതുപോലെ നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും പുതുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അങ്ങനെ നോക്ക്, മഴ കാണിച്ചു കൊടുക്കുന്ന സമയം ഈ മഴ ഇനി ചിലപ്പോ അടുത്ത് കിട്ടിക്കൊള്ളുന്നില്ല. എന്നിട്ട് ഇങ്ങനെ കത്തി അടിക്കണം, കത്തിയടിക്കണം. ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാ. നമ്മളെ ഹസാർഡ് ലൈറ്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ പോവാ. പോളി സലാല ഓർമ്മ പോയി. പക്ഷേ ഇത് പുറത്തെക്കാൻ പറ്റും, വെള്ളം തട്ടാൻ പറ്റുക തവറില്ലാതെ ഏതാ മഴ, പൊളിച്ച മഴ കേട്ടോ. ഇപ്പൊ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോസ് മുഴുവനും ഗോബ്രോ ഹീറോ 9 കേട്ടോ ഗൈസ്. അപ്പോൾ ഈ ഒരു ക്യാമറ നമ്മൾ വാങ്ങിയത് ഒമാനിൽ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന സ്ഥലത്തു നിന്നാണ്. അപ്പോൾ നമുക്ക് ആ ക്യാമറ എവിടെ നിന്നാണ് വാങ്ങിയത്, ഏത് റേറ്റിനാണ് മേടിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ. നിങ്ങൾ തമ്പനയിൽ കണ്ട മാതിരി തന്നെ നമ്മൾ വേറൊരു ക്യാമറ വാങ്ങാൻ വേണ്ടി പോവാണ്. കുറേ പേര് നമ്മൾ സ്റ്റോർ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ പഴയ ക്യാമറകളൊക്കെ വിൽക്കാന്നൊക്കെ പറഞ്ഞിട്ട്, അതിൻ്റെ ഗിംബലും കാര്യങ്ങളൊക്കെ വിൽക്കാറുണ്ട്. അപ്പോൾ എന്താ ചാനൽ നിർത്തണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര്. സംഭവം അതൊന്നുമല്ല, നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മൾ ഒമാനിൽ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന എന്താ പറയുക ഒരു ഷോപ്പിലാണുള്ളത് ക്യാമറ ഐറ്റംസൊക്കെ അല്ലേ. അപ്പം നമ്മൾ വാങ്ങാൻ പോകുന്ന സാധനം ടണ്ടടേ പറയൂ വാസിക്ക, ഒന്നും പറയല്ലേ. നമ്മള് ഗോബ്രോ 9 ഹീറോ 9 ആണ് മേടിച്ചിട്ടുള്ളത്. 4K ക്വാളിറ്റിയിലുള്ള 5K ആണോ? നമ്മൾ ഇനി വരുന്ന വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻഷാ അല്ലാഹ്. ഈ ഒരു ക്യാമറ ബുക്ക് നമ്മളിപ്പോ വാങ്ങാൻ പോകുന്നത് വെറും 179 റിയാൽ അല്ലേ. ഇപ്പൊ ഓഫറിന്റെ പ്രൈസ് ആണ് 179 റിയാൽ. അതെ, നിങ്ങൾ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ റേറ്റിന് ഒമാനിൽ കിട്ടൂല, ഹീറോയും കിട്ടൂല. അതെ, അത് ഗ്യാരണ്ടി. കാരണം നമ്മൾ ഇവിടുന്ന് ആയിരുന്നു, ഏതായിരുന്നു നമ്മൾ വാങ്ങിയത്? അല്ല, ഇവിടുന്നല്ല നമ്മൾ മേടിച്ചത്, ഇമാക്സ് എന്നാണ് നമ്മൾ. ഏതാ മേടിച്ചത്? കാനോൺ 200ന്റെ 24mm എന്ന് പറഞ്ഞ ലെൻസ് മേടിച്ചത് അവിടെ നിന്നാണ്. അത് നമ്മൾ എത്രയായിരുന്നു റേറ്റ് കൊടുത്തിട്ടുള്ളത്? 87 റിയാലാണ്. ആ സമയത്ത് ഇവിടെ സെയിം സാധനത്തിന് 60 റിയാലാണ് ഉണ്ടായത്. അത് നമ്മൾ വാങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഷോപ്പിനെ കുറിച്ച് അറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഒന്ന് വാങ്ങുള്ളേന് കേട്ടോ. സെയിം സാധനമാണ്. G7X നമ്മൾ മേടിച്ച് 225 റിയാലിനായിരുന്നു. അതെ, അത് ഇവിടെ 199 റിയാലിന് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വാങ്ങിപ്പോയി. അത് അതിന് മുന്നേ നമ്മൾ മേടിച്ചു പോയി. സിറ്റി സെന്റർ അതുപോലെ ഇമാക്സ് ഇവിടെയുള്ള ഷോറൂമുകളിലൊക്കെ നിങ്ങൾ പ്രൈസ് കമ്പയർ ചെയ്ത് നോക്കുക. ഇവിടുത്തെ പ്രൈസും നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. എന്നിട്ട് സംഭവം സെയിം സാധനം തന്നെയാണ്, സാധനങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ല. പക്ഷേ എന്താ പറയുക, ആൾക്കാർ ഇതൊന്നും അറിയുന്നില്ല എന്ന് തോന്നുന്നു. നമ്മളൊന്നും അങ്ങനെ അറിയാണ്ട് പോയിട്ട്, അതായത് മാളുകളിൽ ചെന്നിട്ടല്ല എല്ലാ സാധനവും വാങ്ങാറ്, അതുപോലെ അങ്ങോട്ട് പോയിട്ട് വാങ്ങുന്നേ. അപ്പൊ ഇനി ആര് ഇങ്ങനെ എന്താ പറയാ കുറെ റിയാൽ കൊടുത്തിട്ട് നഷ്ടപ്പെടുത്തണ്ടെന്ന് ഈ ഒരു അവസരത്തിൽ പറയാണ് ഗൈസ്. നമ്മൾ ഒരുപാട് പൈസ അങ്ങനെ ഒരുപാട് പോയി. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും ഇനി അറിയാൻ ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത്. സ്പോൺസർഷിപ്പ് വീഡിയോ ഒന്നല്ല, അതുകൊണ്ട് ആരും മേടിക്കേണ്ട. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന് ലൊക്കേഷന് അതുപോലെ എല്ലാ കാര്യങ്ങളും, കോൺടാക്ട് നമ്പർ, എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒമാനിലുള്ള ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവരുമായിട്ടൊന്ന് ആദ്യം ഒന്ന് കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ വേറൊരു സ്ഥലത്തും പോയിട്ട് അന്വേഷിച്ച് നോക്കൂ, എവിടെയാണ് റേറ്റ് വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ വരിക. നല്ലൊരു ബോക്സ് ഉണ്ട് അല്ലേ. ആഹാ,
मैं भी फर्स्ट टाइम देख रहा हूँ ഇത് ബാറ്ററി അല്ലേ ഇതാ മോൾഡ് മറ്റേ കാറിൽ വെക്കുന്നതാ ये क्या है? और इसका तो ऐसा है ना क्या करो गाड़ी में कीजिए गाड़ी में निकल के ചെറിയ സാധനം ये GoPro Hero 8 से भी बड़ा है छोटा है? വട ഞാൻ ഫുള്ള് മല്ലു ട്രാവലർ അരിച്ചു പെറുക്കി പുളി പുളി ഇത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ വെക്കൂലേ അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ്. ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ A to Z കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഇതാ മറ്റേ ക്യാമറ അല്ല, അപ്പം തന്നെ ഫോട്ടോ എടുക്കുക, അതിൻ്റെ കൂടെ തന്നെ ആ പിക്ചർ കിട്ടുക അല്ലത് എനിക്കിഷ്ടമാണ്. ഒരാൾക്ക് ഗിഫ്റ്റ് എടുക്കാൻ പറ്റിയ സാധനമാണ്. ആ എത്ര അതിൻ്റെ റിയാൽ എത്ര? 25 റിയാൽ അല്ലേ? പല കളറിലും അവൈലബിള്. ഞാൻ നമ്മളൊന്ന് ക്ലാരിറ്റി ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ഈ ഡേ ടൈമിൽ ഒന്ന് എടുക്കുകയാണ്. പിന്നെ എന്തൊക്കെയുണ്ട് സുഹൃത്തുക്കൾ, എല്ലാവർക്കും സുഖം? ഈ വണ്ടിയിൽ തോന്നുന്നു വലിയ വണ്ടി തോന്നുന്നുണ്ട്. ശരിക്കും വലിയ നമ്മൾ ചെറിയൊരു ക്യാമറയാണ്. ഭയങ്കര വലിയ വേറെ ഏതോ ഇതിലൊക്കെ ഇരിക്കുന്നതല്ലേ, ഫോർച്യൂണറിലൊക്കെ ഇരിക്കുന്നതായിരില്ലേ. പിന്നെ എന്തൊക്കെ ഉണ്ട് വർത്താനം? എല്ലാവർക്കും സുഖല്ലേ? ഞാൻ അങ്ങനത് പിടിച്ചോണ്ടിരിക്കാനാണോ നിങ്ങളോട് എടുക്കാറ്? ഇതാണിപ്പോ നമ്മൾ ഡേ ടൈമിലുള്ള ഒരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഇതിപ്പോ ഞാൻ ഏതോ ഒരു മോഡൽ, ഇതിപ്പോ സിനിമാറ്റിക് 4K ക്ലാരിറ്റിയിലാണ് ഇപ്പൊ നമ്മളിപ്പോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ ഇതില് നമ്മൾ സിനിമാറ്റിക് എന്ന് പറഞ്ഞാൽ ആ ഒരു മോഡൽ എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ചാർജ് പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ ആദ്യമായിട്ട് ടണലിന്റെ ഉള്ളിലൂടെ പോവാണ്. അപ്പൊ ഇനി നമുക്ക് ആ കാഴ്ചകളിലേക്ക് കിടക്കട്ടോ. നമ്മൾ ഈ ഷോപ്പിൽ കയറിയിട്ട് തനൂസിന് പാല് മേടിക്കണം. പിന്നെ ഫാസിക്കൊക്കെ ഒന്ന് ബാത്റൂം പോവാണ്ട് ചെറിയൊരു കട കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മളിതാ ഈ ഭാഗത്ത് സൈഡാക്കിയിരിക്കുകയാണ്. പുറത്ത് നല്ല വ്യൂ ആണ്. സ്ഥലത്തിന്റെ പേരൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്ക് കറക്റ്റായിട്ട് അറിയൂല. പക്ഷെ ഫാസിക്കൊക്കെ അറിയാം കേട്ടോ. ഫാസിക്ക് വന്നിട്ട് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അപ്പം നമുക്ക് ഇവിടുത്തെ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ സൗണ്ട് ക്ലാരിറ്റി എങ്ങനെയാണെന്നുള്ളത് ശരിക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വ്യൂ ഞാൻ ഫ്രണ്ട് വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഒരു എന്താ പറയുക, ഒരു മതിൽ കെട്ടിയ മാതിരി ഉണ്ട് മല. അത് അപ്പുറത്തേക്കൊന്നും കാണുന്നില്ല. ആകാശം വരെ ബ്ലോക്ക് ആയിട്ടുണ്ട് കേട്ടോ. ആ കാണുന്നത് വലിയൊരു മലയാണ് ഗൈസ്. അവിടെ ഫുള്ള് ഗ്രാമമുണ്ട് ഗൈസ്. ഫുള്ള് ഗ്രാമങ്ങളാണ് ആ ഭാഗങ്ങളിൽ മുഴുവനും. ഇവിടെയും കണ്ടോ, ഈ സൈഡിലും കാണുന്നത് മുഴുവനും വീടുകളാണ്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കുറേ ഈന്തപ്പനകളുടെ ഒരു കൃഷി തന്നെ ഉണ്ട് തോന്നുന്നു. ശരിക്കും എന്തൊരു മനോഹരമല്ല ഒമാൻ. ഭയങ്കര രസം തന്നെയാണ് കേട്ടോ. അതെന്തൊരു വലിയ മലയാണെന്നറിയോ. ആ മല കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. സൈഡിലൂടെ റോഡിലൂടെയാണ് വന്നിട്ടുള്ളത്.
നല്ല വ്യൂ ആണ് ഇവിടെ, നല്ല കാറ്റും. പിന്നെ അതുപോലെ ഇപ്പം നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്, ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് ആണ്. 15th നാഷണൽ ഡേ ആയിരുന്നു നമ്മുടെ ഒമാൻ്റെ. ഇന്നലെ അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കാറിൻ്റെ അകത്തിരിക്കാനേ പാടുള്ളൂ, നമുക്ക് പുറത്തിറങ്ങാൻ പാടില്ല എന്നാണ്. പക്ഷെ നമ്മൾ കാറിൻ്റെ അകത്തിരുന്നിട്ട് തന്നെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ക്ലാരിറ്റി ഒക്കെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇതിപ്പോൾ ഡേ ടൈമിലാണ് ഉള്ളത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഇത് നമ്മൾ റൂമിൻ്റെ അകത്തൊക്കെ വന്നു കഴിഞ്ഞാൽ വൻ ശോകമാണ്. 1-1 സെറ്റിൽ നമ്മൾ ശരിക്കും ഷൂട്ട് ചെയ്യും പോലെ ഉണ്ടായിരിക്കും. പണ്ടൊക്കെ ആദ്യമൊക്കെ ഉണ്ടായിരുന്ന മൊബൈലിലുള്ള ക്യാമറ ഷൂട്ട് ചെയ്യുന്ന പോലെയാണ് ഇതിൽ നമ്മൾ വീടിൻ്റെ അകത്തു നിന്നൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ. അതായത് ലൈറ്റിങ് വളരെ കുറഞ്ഞ സമയത്ത് ഭയങ്കര ശോകമാണ് കേട്ടോ അത്. അതിനൊക്കെ നമ്മൾ G7X ആണ് കറക്റ്റ് ആപ്റ്റ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ റിവ്യൂ. നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പോകുന്ന സമയത്ത് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഗൈസ് കെനോണിൻ്റെ ഇതിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും അതിൻ്റെ ക്ലാരിറ്റിയും വോയിസ് ക്ലാരിറ്റി. കമ്പാരിറ്റീവ്ലി വോയിസ് ക്ലാരിറ്റി കെനോണിലാണ് കൂടുന്നത്, ഇതിൽ കുറച്ച് കുറവാണ്. പിന്നെ ഇത് വെള്ളത്തിലൊക്കെ ഇടാൻ പറ്റിയ ഒരു ക്യാമറയും കൂടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ലെവലിലേക്ക് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. ഇനി നമുക്ക് തിരിച്ചു പോകുന്നതൊക്കെ കാണാം കേട്ടോ. നമ്മൾ ഒരുപാട് നല്ല സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫഞ്ചയിൽ നല്ല അടിപൊളി മന്തി കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സോഹറിൽ പോയ സമയത്ത്. അപ്പോൾ അവിടുത്തെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആ ഹോട്ടലിലാണ് എത്തിയിട്ടുള്ളത്. കഴിച്ച് നോക്കട്ടെ എന്താണ് ടേസ്റ്റ് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡയറക്റ്റായിട്ട് പറയുന്നതായിരിക്കും. അടിപൊളി ക്ലൈമറ്റ് ഉണ്ട് ഇവിടെ. ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്, അതിനിടയിൽ കൂടെ ചെറിയ കാറ്റും, നല്ല അടിപൊളി ക്ലൈമറ്റാണ്. അപ്പം നന്നായിട്ട് ഭക്ഷണം കഴിക്കട്ടെ. ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ അറിയിക്കാം ഫുഡ് ടേസ്റ്റ് ഉണ്ടോ ഇല്ലേന്നൊക്കെ. ഞാൻ തനൂസിന് കുറച്ച് പാർസൽ വെക്കണം. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കും. വണ്ടിയിൽ യാത്ര കണ്ടു കഴിഞ്ഞാൽ നല്ലോണം കഴിക്കും. പീസ് എടുക്കണ്ടേ, ഭയങ്കര ചൂട്. ആദ്യം ഞാൻ പീസ് കഴിച്ചോക്കല്ലേ. നമ്മൾ വെക്കുന്ന സെയിം റൈസ് അതുണ്ട്, സെല്ലാ റൈസ് പറഞ്ഞ പാനി ബട ബട പോലെ ശരിക്കും ഉള്ള ടേസ്റ്റ് പറയും. റിയലി എല്ലാം പിടിച്ചിട്ടുണ്ട്. പീസ് എടുക്കാനുണ്ടോ അങ്ങനെ? വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഗൈസ്. ദിസ് വൺ തന്നോ നോക്ക്. മാസ്ക് ഊരിക്കാൾ തന്നോ? മാസ്ക് ഊരി ആയില്ലേ? നമ്മൾ കഴിച്ചിട്ട് ഗൈസ് റിവ്യൂ തരുന്നതായിരിക്കും. അങ്ങനെ ഗൈസ് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പൊ പോവാണ് വീട്ടിലേക്ക്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മന്തി. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അവിടുത്തെ ആ പീസൊക്കെ ആയാലും മട്ടന്റെ പീസൊക്കെ ആയാലും പൊളിയാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് എല്ലാം. ഇറച്ചിയിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം ഇനി ആരെങ്കിലും ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ കയറിയിട്ട് മന്തി എന്തായാലും കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. കഴിച്ചതിൽ ഇവിടെ നമ്മള് മസ്കറ്റിലൊക്കെ കഴിച്ചതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് മന്തിയാണ്. വളരെ ചീപ്പ്. അടുത്തുള്ള പ്രൈസ് മസ്കറ്റിലൊക്കെ വെച്ചിട്ട് 2 സംതിങ് ഒക്കെയാണ് ഒരു മന്തിക്ക് വരുന്നത്. അപ്പം നല്ല ടേസ്റ്റും ഉണ്ട്, വളരെ ചീപ്പുമാണ്. ആരെങ്കിലും ഒക്കെ ഇതിലൂടെ പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ടൊന്ന് കഴിച്ചു നോക്കൂ. ആണോ? അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇതിന്റെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഏതാണ് ബെസ്റ്റ് എന്നുള്ളതൊക്കെ നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് ഗോപ്രോയിൽ വൈൻഡപ്പ് ചെയ്യുന്നതും അല്ലേ, വെൽക്കം ബാക്ക് പറയുന്നതൊക്കെ ആദ്യമായിട്ടാണ് ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫാസിക്കാക്ക് ഇവിടെ എവിടെയോ വരാനുള്ളത് കൊണ്ട് നമ്മൾ കയറിയിരുന്നതാണ്. അപ്പം പോകുന്ന വഴിക്കിൽ നല്ല ഇതാന്ന് പറഞ്ഞു, നല്ല വ്യൂ ആണ് കാണാൻ. അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ വേഗം കയറിയിരുന്നതാണ്. രാവിലെ 9 മണിക്ക് യാത്ര തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇപ്പം സമയം ഏകദേശം ഭക്ഷണത്തിന്റെ സമയമായിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നമ്മളെ ചാനലിലേക്ക് ആരെങ്കിലും പുതുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ അടിപൊളി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവരോടും ടേക്ക് കെയർ, ബൈ ആൻഡ് സീ യു, ടാറ്റാ.